അയ്യർ ഇൻ അറേബ്യ കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാള സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശി, ഷൈൻ ടോം ചാക്കോ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ, ദുർഗാകൃഷ്ണ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അലൻസിയർ, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ, ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ടെന്നുള്ളതാണ്. ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. കച്ചറപ്പടം എന്ന് പറയാം. 2024 റിലീസ് ചെയ്ത ഞാൻ കണ്ട സിനിമകളിൽ ഇത്രയും ഇപ്പം ജനുവരി ഫെബ്രുവരി മാസമായി, ഈ ഒരു മാസം കൊണ്ട് ഞാൻ കണ്ട, ഈ ഒരു വർഷം ഞാൻ കണ്ട സിനിമകളിൽ ഏറ്റവും കച്ചറപ്പടം തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാം. കോമഡി ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താത്ത സിനിമയാണ്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, ഇവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതിനുള്ള ഒരു ഇതുമില്ല. 2-2.5 മണിക്കൂർ മനുഷ്യൻ്റെ ടൈം വേസ്റ്റ് ആക്കുക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു തന്നെയാണ്. സർക്കസ്റ്റിക്കായിട്ടൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ പാർട്ടികളെ, ഈ BJP എല്ലാ പാർട്ടികളെയും കളിയാക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കളിയാക്കുന്നുണ്ട്. പിന്നെ അയ്യർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ കഥ പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, എനിക്ക് ഈ ഒരു സിനിമയിൽ വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി, ആകെ ഒരു പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ മുകേഷും ഉർവശിയാണ്. ഇവരുടെ തമ്മിലുള്ള ഒരു കോംബോ, അവരുടെ പെർഫോമൻസ് ഒക്കെ കൊള്ളാമായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുടെ കിട്ടിയ റോൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പറ്റ ക്ഷീണം പടം എന്ന് പറഞ്ഞാൽ പറ്റ ക്ഷീണം പടമാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒരു സിനിമ. ഒരു ബിലോ ആവറേജ് എന്ന് പറയാനും പറ്റില്ല, പറ്റ ക്ഷീണമായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടത്. ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു പാട്ട് സീനൊക്കെ ഉണ്ട്, തിരുവനന്തപുരം എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. പാട്ടുകളും ടെക്നിക്കൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പറ്റാവുന്ന തന്നെ അറിയാം. എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് ആണ് സിനിമയിൽ. ഏതോ കാലത്ത് എന്താ പറയുക, 2000-ന് മുമ്പൊക്കെ ചെയ്യേണ്ട പിന്നെ സിനിമയാണ് ഈ സിനിമ എന്ന് തന്നെ പറയാം. പിന്നെ ഈ ചില ഡയലോഗുകളൊന്നും മനസ്സിലാവുന്നില്ല. ഫുള്ള് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആ സൗണ്ട്, അലമ്പ് സൗണ്ട് തന്നെയാണ് സംഭവം. അതുകൊണ്ട് തന്നെ ചില ഡയലോഗുകൾ മനസ്സിലാവുന്നില്ല അവർ പറയുന്നത്. അതിനേക്കാളും കൂടുതൽ സൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് വരുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയുണ്ട്, എഡിറ്റിംഗ് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയുണ്ട്. ഞാൻ ഈ സിനിമ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഈ സിനിമയുടെ കുറിച്ചുള്ള വിശേഷങ്ങൾ, അതായത് എൻ്റെ ഒരു ഒപ്പീനിയൻ, സിനിമ കണ്ട് തിയേറ്ററിൽ പോയി കണ്ടതാണല്ലോ, എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ എന്താ പറയുക, ചെയ്യേണ്ടതെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള 1-2 ആൾക്കാർ ചോദിച്ചു, സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ എന്താ ചെയ്യാത്തതെന്ന് പലരും ചോദിച്ചു. അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത്. എനിക്ക് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. കച്ചറപ്പടം തന്നെ അറിയാം. ഞാൻ പിന്നെ ഒരു സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയാറില്ല, കച്ചറപ്പടം ഒന്നും പറയാറില്ല. ബിലോ ആവറേജ് ആ രീതിയിലേ പറയാറുള്ളൂ. ധ്യാൻ ശ്രീനിവാസൻ, ശരിക്കും അറിയാം, ധ്യാൻ ശ്രീനിവാസൻ മറ്റുള്ള പ്രൊമോഷനിലൊക്കെ ഇത് പിന്നെ എടുത്തെടുത്ത് പറയുന്നത് എൻ്റെ പടമല്ല, മുകേഷ് ചേട്ടൻ്റെയും ഉർവശി ചേച്ചിയുടെയും പടമാണെന്നുള്ളത്. ശരിക്കും അവരുടെ പടമാണ്, അവരാണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ. ദുർഗാകൃഷ്ണയൊക്കെ ഉണ്ട്, രസമുണ്ടായിരുന്നു. അവരുടെ കിട്ടിയ റോളുകൾ എല്ലാവരും മികച്ചതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ധ്യാൻ ശ്രീനിവാസന് എന്തിനോ പോയി എന്നുള്ള രീതിയിലാണ്. പിന്നെ അപ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. ഇത്രയ്ക്ക് തന്നെയാണ് ഒരു അച്ഛൻ മകൻ കോംബോ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിലേക്ക് കോമഡി രൂപേണ പറയാൻ ഉദ്ദേശിച്ചത്. അവർ ഒറ്റ ക്ഷീണമായി പോയി എന്നുള്ളത് തന്നെയാണ്. ഒരു സമകാലിക വിഷയങ്ങൾ കോമഡി രൂപേണ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാണ്. പലരെയും കളിയാക്കിക്കൊണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളെയും കളിയാക്കിക്കൊണ്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. നല്ല രീതിയിൽ ചെയ്യായിരുന്നു. നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ MN നിഷാദാണ് കേട്ടോ ഈ സിനിമയുടെ സംവിധായകനും റൈറ്ററും. എന്താ ചെയ്യുക അല്ലേ? അപ്പോൾ തിയേറ്ററിൽ പോയി കാണുമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണാം. OTT വരുമ്പോൾ കാണുകയാണെങ്കിൽ അങ്ങനെയും കാണാം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയല്ല അയ്യർ ഇൻ അറേബ്യ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.